ഹായ്, നമ്മുടെ അടുത്തൊരു മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ഡിഫറൻസിയേഷൻ്റെ വിവിധ ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, കാൽക്കുലസ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ രണ്ട് മെയിൻ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ഓഫ് ടാൻജൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷനായിരുന്നു. ഇനി അടുത്തത് പ്രോബ്ലം ഓഫ് ഏരിയാസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ആ പ്രോബ്ലം ഓഫ് ഏരിയാസ് എന്ന് പറയുന്ന മെയിൻ ടോപ്പിക്കിനെ നമ്മൾ ഇൻ്റഗ്രൽ കാൽക്കുലസ് എന്നാണ് വിളിക്കുക. മറ്റേത് ആദ്യത്തെ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നതെല്ലാം അത് ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്നായിരുന്നു പറയുന്നത്. അപ്പം ഇതിനകത്താണ് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പം നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, അപ്പോൾ അതിനകത്ത് കുറേ റിസൾട്ടുകളും കുറേ പ്രോബ്ലംസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഇൻ്റഗ്രേഷനെ നമുക്ക് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ആളെ നമുക്ക് ഡിഫറൻസിയേഷൻ്റെ ഒരു റിവേഴ്സ് പ്രോസസ്സായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് റിവേഴ്സ് പ്രോസസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം നമ്മളിപ്പോൾ ഒരു d/dx ഓഫ് നമ്മൾ ഡെറിവേറ്റീവ് നമുക്കറിയാം. നമുക്ക് സപ്പോസ് നമ്മുടെ തന്നിരിക്കുന്ന ഫങ്ഷൻ f(x) ആണെന്നിരിക്കട്ടെ. അപ്പം അങ്ങനെയാണെങ്കിൽ d/dx ഓഫ് f(x) is equal to സ്മോൾ ലെറ്റർ f(x) ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇഫ് എന്ന് വിളിക്കാം. ഇഫ് ദെൻ നമുക്ക് ഇങ്ങനെ പറയാം, f(x) dx is equal to ക്യാപിറ്റൽ f(x) എന്ന് പറയും. അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഞാനൊരു നമുക്കൊരു പുതിയ ഒരു സിമ്പൽ ഉപയോഗിച്ചു. അതാണ് ഈ പറഞ്ഞ സിമ്പൽ. അതിനെ നമ്മൾ ഇൻ്റഗ്രൽ സിമ്പൽ എന്നാണ് പറയുക. അതേപോലെ തന്നെ dx എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ ഈ രണ്ട് പേരും കൂടെ ചേർന്നതാണ് ഇൻ്റഗ്രേഷൻ്റെ സിമ്പൽ. അപ്പം ഈ ഇൻ്റഗ്രേഷൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ആ ഒരു എസ് അല്ല, കുറച്ചും കൂടെ വലിയ എസ് അല്ല, ഒരു അപ്പോൾ ഇതാണ് ഇൻ്റഗ്രൽ സിമ്പലിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സമ്മേഷനാണ്. അപ്പോൾ ആ സമ്മേഷൻ്റെ എസ് ആണ് നമ്മുടെ ഇൻ്റഗ്രൽ സിമ്പലായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള ഏരിയാസിൻ്റെ സമ്മാണ് നമ്മൾ ഇൻ്റഗ്രൽ സിമ്പൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാണും, ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഏരിയ അണ്ടർ എ കർവാണ്. അപ്പോൾ അതായത് ഒരു അങ്ങനെ ഒരു പോർഷൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സം ചെയ്യുന്ന ആ ഏരിയാസിനെ സം ചെയ്തിട്ടാണ് നമ്മൾ ആ ഏരിയ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ എല്ലാം തന്നെയും ഒരു കണ്ടിന്യൂസ് സമ്മേഷൻ പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ എസ് എന്ന് പറയുന്ന ആ എസ്സിന് ചെറിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടാണ് ആ ഇൻ്റഗ്രൽ സിമ്പിൾ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഇൻ്റഗ്രേഷൻ്റെ സിമ്പിൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതൊരു സമ്മേഷൻ ആണെന്ന് അറിയാൻ പറ്റും. പിന്നെ ഇൻ്റഗ്രേഷൻ നമ്മൾ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് പോലെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവസാനം ഒരു dx ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഡെറിവേറ്റീവ് എടുത്തുമ്പോൾ d/dx എന്ന് പറഞ്ഞു. നമ്മളവിടെയും പറഞ്ഞു ഈ ഡിയും d/dx എന്ന് പറയുന്ന ആൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളല്ല, അതൊരു നൊട്ടേഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ഇൻ്റഗ്രൽ സിമ്പൽ എഴുതുന്ന സമയത്തും ആ ഇൻ്റഗ്രൽ സിമ്പൽ പിന്നെ dx അത് ഒരുമിച്ച് നിൽക്കുകയുള്ളൂ. പിന്നെ അതിൻ്റെ രണ്ടുപേരുടെയും ഇടയിൽ എഴുതുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന ഈ f(x) എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഫംഗ്ഷൻ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അത് ഒന്നിലധികം ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്രാക്കറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ നൊട്ടേഷൻ. അപ്പം ഇതൊരു റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറയാൻ കാരണം,
നമുക്കൊരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അറിയാമെങ്കിൽ, അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് പറയാം സ്മോൾ എഫ് ഓഫ് എക്സിൻ്റെ ഇൻറ്റഗ്രലാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അതാണ് ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ നിന്നും ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നാണ് സ്മോൾ എഫ് ഓഫ് എക്സ് കിട്ടിയതെങ്കിൽ, സ്മോൾ എഫ് ഓഫ് എക്സിനെ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സ്മോൾ എഫ് ഓഫ് എക്സ് കിട്ടിയതെങ്കിൽ, സ്മോൾ എഫ് ഓഫ് എക്സിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കിട്ടും. ഇതാണ് ഇൻ്റഗ്രേഷൻ ആസ് എ ഇൻവേഴ്സ് ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഐഡിയ. അതിനകത്ത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കറിയാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള റിസൾട്ട് d/dx ഓഫ് എക്സ് സ്ക്വയർ. d/dx ഓഫ് എക്സ് സ്ക്വയർ നമുക്കറിയാം 2x ആണെന്നറിയാം. അപ്പം നമ്മളിപ്പോൾ തൊട്ട് മുമ്പേ പറഞ്ഞ ഐഡിയ അനുസരിച്ച് നമുക്ക് പറയാം ഇൻ്റഗ്രൽ 2x dx ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റിസൾട്ടാണ്. അതായത് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ആളെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 2x കിട്ടി. അങ്ങനെയാണെങ്കിൽ 2x എന്ന് പറയുന്ന ആളെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ ഇതാണ് പരസ്പരം ഒരു ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം കൂടെ സംഭവിക്കും. സപ്പോസ് നമ്മൾ കണ്ടുപിടിക്കുന്ന ആൾ, അതായത് d/dx ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5 ആണെന്ന് വിചാരിച്ചു. എക്സ് സ്ക്വയർ പ്ലസ് 5 ആണെങ്കിലും നമുക്ക് 2x എന്ന് പറയുന്ന റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ഇനി d/dx ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 100 ആണെന്ന് വിചാരിച്ചു. എക്സ് സ്ക്വയർ പ്ലസ് 100 ആണെങ്കിലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് 2x ആണ്. ഇനി d/dx ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് പൈ ആണെങ്കിലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് 2x ആണ്. ഇനി d/dx ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് √5 ആണെങ്കിലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 2x തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കണ്ടു d/dx ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x ആണെന്ന് കണ്ടു. ഇതും 2x ആണ്, ഇതും 2x ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് എല്ലാം 2x ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് 2x dx ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ അത് എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്ന 5 റിസൾട്ടും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് 2x dx ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് മാത്രം എഴുതിയാൽ പോരാ. പകരം എന്തുകൂടെ എഴുതണം? ഒരു കോൺസ്റ്റൻ്റ് കൂടെ നമ്മളവിടെ എഴുതണം. കാരണം ആ റിവേഴ്സ് പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് ഒരു കോൺസ്റ്റൻ്റ് കൂടെ വേണമെങ്കിൽ അവിടെ സംഭവിക്കാം. കാരണം കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു കോൺസ്റ്റൻ്റ് കൂടെ വേണമെങ്കിൽ വരാം. ആ കോൺസ്റ്റൻ്റ് കൂടെ എഴുതിയാൽ മാത്രമേ നമ്മുടെ ഈ പറഞ്ഞ ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. കാരണം ആ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ പ്ലസ് 5 എന്നാണെങ്കിൽ ആ സമയത്ത് സിയുടെ വാല്യൂ 5 ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 100 ആയിട്ട് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത കേസിൽ പൈ ആയിട്ടോ √5 ആയിട്ടോ ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ തരത്തിലുള്ള ഇൻ്റഗ്രേഷനെയാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രേഷൻ എന്ന് പറയും. അതായത് നമുക്കതിൻ്റെ എക്സാക്റ്റ് വാല്യൂ അറിയില്ല, അതാണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഡെഫിനിറ്റ് വാല്യൂ അറിയില്ല, പക്ഷേ നമ്മൾ ഒരു സി വെച്ച് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. ആ സിയെ നമ്മൾ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നാണ് വിളിക്കുന്നത്. ഒരു ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്കൊരു കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷനും കൂടെ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫിസിക്കൽ സിറ്റുവേഷൻ മോഡൽ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കെമിസ്ട്രിയിലെ ഒരു സംഭവം മോഡൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഇൻ്റഗ്രൽ വരുന്ന സമയത്ത് അതിന് കുറേ ഇനീഷ്യൽ കണ്ടീഷൻസൊക്കെ കാണും. അപ്പം ഫിസിക്കൽ ഒബ്ജക്റ്റ്, അതായത് t=0 ലാസ്റ്റ് ഒബ്ജക്റ്റ് മൂവിങ് അല്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഇനീഷ്യൽ കണ്ടീഷൻസൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സിയുടെ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ സിറ്റുവേഷന്
സ്യൂട്ടബിൾ ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഇൻ്റഗ്രേഷന് കോൺസ്റ്റൻ്റ് കൂടെ. അപ്പോൾ കോൺസ്റ്റൻ്റ് കൂടെ ഉണ്ടെങ്കിലേ അത് ആ ഇൻ്റഗ്രൽ ആ ഒരു ജനറൽ സിറ്റുവേഷനെ റെപ്രസെൻറ്റ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2x എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിന് മാത്രമേ ആ പറഞ്ഞ അതായത് കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 ആവുന്ന ഒരു സിസ്റ്റത്തിനെ മാത്രമേ അത് റെപ്രസെൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ജനറൽ സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സി കൂടെ അവിടെ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷനെ കുറിച്ചും ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്ന ആ ഇൻ്റഗ്രലിനെ കുറിച്ചും നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ എഴുതി ഇൻ്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നുകൂടെ എഴുതി കഴിഞ്ഞാൽ ആ റിസൾട്ട് കംപ്ലീറ്റ് ആയി. അതായത് if d by dx of f of x is equal to small letter f of x, then integral fx dx is equal to, വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് എടുത്തെഴുതാം, if d by dx of capital F of x is equal to small f of x, then integral small f of x dx is equal to capital F of x plus c. സോ ഇതിനെയാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയും ഇതിൻ്റെ, എഫ് ഓഫ് എക്സിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള സിയെ നമ്മൾ പിന്നെ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നും പറയും. അപ്പം അടുത്ത ഇനിയൊരു ചെറിയൊരു അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രലും കൂടെ പറഞ്ഞതിന് ശേഷം നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മൾ ഇനി ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ പറഞ്ഞു, ഇനി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്താണെന്ന് നോക്കാം. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ അത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീജിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതായത് ഡെഫിനിറ്റ് ഇൻ്റഗ്രേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ജോമെട്രിക്കൽ മീനിങ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മളിവിടെ വരച്ചു. ഇത് നമ്മുടെ എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ എൻ്റെ ഒരു കർവ്, ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കർവ്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഒരു എ എന്ന് പറയുന്ന ഒരു എക്സ് വാല്യൂ ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു എക്സ് വാല്യൂ ഉണ്ട്. എനിക്ക് ഈ ഏരിയ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതായത് എയ്ക്കും ബിക്കും ഇടയിൽ എഫ് ഓഫ് എക്സിൻ്റെ താഴെ എക്സ് ആക്സിസിന് മുകളിലുള്ള ഈ ഏരിയ കണ്ടുപിടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഇതാണ് ആക്ച്വലി നമ്മുടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. സപ്പോസ് ഈ ഷെയ്ഡഡ് പോർഷൻ എ എന്നാണ് ആ ഏരിയ എങ്കിൽ, ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ഞാൻ എ എന്ന് വിളിക്കുകയാണെങ്കിൽ, വി ക്യാൻ സേ എ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സിനാണ്. എക്സ് ഇസ് ഈക്വൽ ടു എ ടു എക്സ് ഇസ് ഈക്വൽ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഡെഫിനിറ്റ് നമ്പർ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഇൻ്റഗ്രൽ, അതായത് ലിമിറ്റ്സ് ഉള്ള ഇൻ്റഗ്രലിനെ നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആൻസർ ഒരു 5 എന്നോ 5/2 എന്നോ ഒരു ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി തരും. കാരണം അതൊരു ഏരിയ ആണ്, ഒരു പോർഷൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ അതൊരു ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി തരും. അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു നമ്പറായിട്ട് നമുക്ക് കിട്ടും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലിമിറ്റ്സ് ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്കതിൻ്റെ ആൻസറും ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസറായിട്ട് നമുക്ക് കിട്ടും.
അപ്പോൾ അതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ ജോമെട്രിക്കൽ ഐഡിയയും കൂടെ അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷനും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. എന്നാലും നമുക്കതിൻ്റെ ആ ഡെഫിനിറ്റ് എന്നുള്ള വാക്കിൻ്റെ ഒരു സെൻസ് കൂടെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇതിനെ ഒന്നുകൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫ് വരച്ചിരിക്കുന്നതിൻ്റെ ഈ ഡി എക്സ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതിൻ്റെ മീനിങ്ങാണ് പറയുന്നത്. ഡി എക്സ് ഡിനോട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഏരിയ ഒന്നെങ്കിൽ എക്സ് ആക്സിസിൻ്റെ മുകളിലോട്ടുള്ള ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ എക്സ് ആക്സിസിൻ്റെ താഴോട്ടുള്ള ഏരിയ ആയിരിക്കും. ഈ ഡി എക്സ് ഡിനോട്ട് ചെയ്യുന്നത് അതാണ്. ഇനി നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആളുടെ മീനിങ് ഇതാണ്. നമ്മുടെ ഏരിയ ഒന്നെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ മുകളിലോട്ടോ താഴോട്ടോ ഉള്ള പോർഷനായിരിക്കും. അപ്പോൾ മുകളിലോട്ടോ താഴോട്ടോ ഉള്ള പോർഷൻ എന്ന് പറയുമ്പോൾ, സപ്പോസ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ താഴോട്ട് കിടന്നൊരു കർവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ആ കർവിൻ്റെ മുകളിലോട്ടുള്ള ഏരിയയാണ്, എഫ് ഓഫ് എക്സിന് താഴെയും മുകളിലോ ഉള്ള ഏരിയയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് എക്സ് ആക്സിസിൻ്റെ താഴോട്ടുള്ള പോർഷനായിരിക്കും. അപ്പോൾ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൻ്റെ താഴോട്ടുള്ള ഏരിയ അല്ലെങ്കിൽ മേലോട്ടുള്ള ഏരിയ. ഇനി എഫ് ഓഫ് എക്സും അതുപോലെ തന്നെ താഴോട്ടോ മേലോട്ടോ ഉള്ള ഏരിയ. പിന്നെ അടുത്ത ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എയും എക്സ് ഇസ് ഈക്വൽ ടു ബിയും ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എയും എക്സ് ഇസ് ഈക്വൽ ടു ബിയും അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബൗണ്ടറീസ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഈ ലൈനിൻ്റെ ഇക്വേഷനാണ് എക്സ് ഇസ് ഈക്വൽ ടു ബി. ഈ ലൈനിൻ്റെ ഇക്വേഷനാണ് എക്സ് ഇസ് ഈക്വൽ ടു എ. ഈ വരച്ചിരിക്കുന്ന ലൈനിൻ്റെ ഇക്വേഷനാണ് എക്സ് ഇസ് ഈക്വൽ ടു എ. ഈ വരച്ചിരിക്കുന്ന ലൈൻ എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈൻ വൈ ആക്സിസിന് പാരലലായിരിക്കും ബിയിലൂടെ പാസ് ചെയ്യും. എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈൻ വൈ ആക്സിസിന് പാരലലായിരിക്കും ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു എയിലൂടെ പാസ് ചെയ്യുകയും ചെയ്യും. സോ ഈ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഈ നൊട്ടേഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എ ടു എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബൗണ്ടുകളാണ് പറയുന്നത്. പിന്നെ എഫ് ഓഫ് എക്സ് ആ ഫങ്ഷൻ അതിൻ്റെ അപ്പർ ആൻഡ് ലോവർ, അതിൻ്റെ അപ്പർ പോർഷനും അതിൻ്റെ ലോവർ പോർഷനും ഡിറ്റർമിൻ ചെയ്യും. അതുപോലെ ഈ ഡി എക്സ് എന്ന് പറയുന്നത് ആ ഏരിയ എക്സ് ആക്സിസിന് മുകളിലാണോ അതോ എക്സ് ആക്സിന് താഴെയോ ആണെന്നുള്ളതാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെയിം പ്രോസസ്സിൽ സെയിം സെൻസിൽ നമുക്ക് ഇൻ്റഗ്രൽ y is equal to c to y is equal to d ഒരു g of y dy ഇത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇത് തീർച്ചയായിട്ടും നമ്മുടെ സെയിം ആണെങ്കിൽ പോലും നമുക്ക് സെയിം ഗ്രാഫിനെ തന്നെ നമുക്ക് y is equal to എന്ന് വേണമെങ്കിൽ, അപ്പോൾ ഇത് ഞാൻ y is equal to f of x എന്നും എഴുതാം. എനിക്ക് x is equal to f inverse of y അല്ലെങ്കിൽ ജി ഓഫ് വൈ എന്നുള്ള ഫോമിലും എഴുതാൻ പറ്റും ഒരേ ഗ്രാഫിനെ തന്നെ. പക്ഷേ ഇവിടെ ജി ഓഫ് വൈ, അപ്പോൾ ഇതിനെയാണ് ഞാൻ ജി ഓഫ് വൈ എന്ന് വിളിക്കുന്നത്. ഇതിനെ ഞാൻ ജി ഓഫ് വൈ എന്ന് വിളിക്കും. ജി ഓഫ് വൈ എന്നുള്ള ഗ്രാഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് വൈ എന്ന് പറയുന്ന ഗ്രാഫാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വൈ ഇസ് ഈക്വൽ ടു സി ടു വൈ ഇസ് ഈക്വൽ ടു ഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈയിലുള്ള ഒരു പോയിൻ്റാണ്. ഡി എന്ന് പറഞ്ഞാൽ അത് വീണ്ടും വൈ ആക്സിസിലുള്ള മറ്റൊരു പോയിൻ്റാണ്. സോ ഹിയർ ദ ഇൻ്റഗ്രൽ മീൻസ് എ is equal to, so this is the area. So area B is equal to shaded portion ആണ് നമ്മുടെ ഏരിയ. So here B is equal to, the bounds are y is equal to C and y is equal to D. So y is equal to C is a line parallel to the x-axis and passing through
the y-axis C. Sorry, passing through C, and y is equal to D is a line parallel to x-axis and passing through D. So y is equal to C, y is equal to D ആയി. ഇനി കർവിൻ്റെ പേര് g of y. So g of y is one boundary and y-axis. So dy represents the another boundary, y-axis. So dy and gy are two boundaries. So gy, dy and y is equal to D and y is equal to C are the four boundaries of the region. So this integral represents the shaded portion B. ഓക്കെ, അതാണ് നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ നമ്മുടെ ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എ, എക്സ് ഇസ് ഈക്വൽ ടു ബി, എഫ് ഓഫ് എക്സ് ഡി എക്സ്, എക്സ് ആക്സിസ്, ഇത് നാലുമാണ് അതിൻ്റെ ബൗണ്ടറീസ്, ആ ഏരിയയുടെ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ. ഇനി തൊട്ട് മുമ്പേ പറഞ്ഞ അതേ സെൻസിൽ നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡുണ്ട്. നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ആണെന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ഏരിയ ആണെന്ന് അറിയാം. അപ്പോൾ ആ ഏരിയ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്നാണ് അത് ഇവാലുവേറ്റ് ചെയ്യുക. ഇതാണ് എൻ്റെ ഫോർമുല, എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. സോ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. മറ്റേതെങ്കിലും ഒരു റെഫറൻസ് പോയിൻ്റ് നിങ്ങൾക്ക് എക്സ് നോട്ട് എന്ന് പറയുന്നൊരു റെഫറൻസ് പോയിൻ്റ് ഉണ്ടെങ്കിൽ ഇത് എ ഇത് ബി ആണെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യത്തത് ഇത്രയും വരെയുള്ള എഫ് ഓഫ് ബി എന്ന് പറയുമ്പോൾ ഇത്രയും ഷേഡഡ് പോർഷൻ്റെ ഏരിയ നമുക്ക് എഫ് ഓഫ് ബി ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ എഫ് ബി എന്ന് പറയുന്നത് അപ് ടു ബി വരെയുള്ള ഏരിയ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യും. അപ് ടു ബി വരെയുള്ള ഏരിയ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് അത്രയും ഏരിയയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്രയും ഇപ്പം ഞാൻ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യും. അപ്പോൾ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ അതാണ് എഫ് ബി ഒരു ഏരിയയാണ്, എഫ് എ മറ്റൊരു ഏരിയയാണ്. അപ്പോൾ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ഞാൻ ഇനി ഷെയ്ഡ് ചെയ്യാൻ പോകുന്ന ഏരിയയാണ്. അതാണ് നമ്മുടെ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ബി വരെയുള്ള ഏരിയ കണ്ടുപിടിക്കും, അതാണ് എഫ് ബി. അവിടെ നിന്ന് എ വരെയുള്ള ഏരിയ കണ്ടുപിടിക്കും, അതാണ് എഫ് എ. അപ്പോൾ അത് ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ റെഡ് പോർഷൻ മാത്രം നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഈ എഫ് ബി മൈനസ് എഫ് എയുടെ ജോമെട്രി. ഇനി കുറച്ച് സിമ്പിൾ റിസൾട്ടുകളാണ്. അത് നമുക്ക് ചില കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ റിസൾട്ടുകൾ ആവശ്യമായിട്ട് വരും. അതിൽ ഒന്നാമത്തെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഒഴിച്ചുകൂടാനാവാത്ത ചില അവസരങ്ങൾ വരും. അപ്പോൾ ആ സമയത്ത് നമുക്കിത് ഉപയോഗിക്കേണ്ടി വരും. അതിനകത്ത് ആദ്യത്തെ ഒരു സിമ്പിൾ റിസൾട്ടാണ് 0dx. ഒരു സീറോയുടെ ഇൻ്റഗ്രൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഫങ്ഷൻ 0 ആണ്. ഇപ്പോൾ ഫങ്ഷൻ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം ശൂന്യമായിട്ടുള്ള അവസ്ഥയാണ്. ശൂന്യമായിട്ടുള്ള അവസ്ഥ ഫങ്ഷൻ 0. ഫങ്ഷൻസ് ഇപ്പോൾ 0 എന്ന് പറഞ്ഞ ഫങ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഒന്നുമില്ല, നമുക്ക് തന്നെ അറിയാം. പിന്നെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയ ആണെന്നറിയാം. ഇപ്പോൾ 0 എന്ന് പറഞ്ഞ ഗ്രാഫ് 0 എന്ന് പറഞ്ഞത് എക്സ് ആക്സസിൽ ഇപ്പോൾ എക്സ് ആക്സസിൻ്റെ മുകളിലോട്ട് ഒരു പോയിൻ്റ് പോലും മുമ്പോട്ട് നീങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി 0dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി എക്സ് ആക്സിസിൽ തന്നെയുള്ള ഒരു പോയിൻ്റ് മാത്രമാണ്. അപ്പോൾ അതിനകത്ത് ഇൻ്റഗ്രൽ എ ടു ബി 0dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏരിയ 0 എന്നുള്ള കോൺസെപ്റ്റിൽ അതിൻ്റെ ആൻസർ 0 എന്ന് നമുക്ക് കാണേണ്ടി വരും. ഓക്കെ, ഇനി ഇൻ്റഗ്രൽ എ ടു എ എഫ് എക്സ് ഡി എക്സ്, ഇത് എപ്പോഴും 0 ആയിരിക്കും. അതിൻ്റെ റീസൺ വേറെ ഒന്നുമില്ല. നിങ്ങൾ ഏത് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കിട്ടുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണെന്ന് വിചാരിച്ചു, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കതിനകത്ത് അപ്പർ ലിമിറ്റായിട്ടുള്ള എയും ലോവർ ലിമിറ്റായിട്ടുള്ള എയും നമ്മൾ കൊടുക്കേണ്ടി വരും. സോ ഇതിൻ്റെ തൊട്ട് മുമ്പേ നമ്മൾ എഴുതിയ റിസൾട്ട് അനുസരിച്ചാണെങ്കിൽ ദിസ് ഈസ് എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് എ എന്നായിട്ട്.
ദിസ് ഈസ് എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് എ. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പേ നമ്മളിപ്പോൾ എഫ് ബി മൈനസ് എഫ് എ എന്ന് എഴുതിയല്ലോ. എഫ് ബി മൈനസ് എഫ് എക്ക് നമുക്കൊരു നൊട്ടേഷനും കൂടെ കൊടുക്കാം. ദിസ് ഈസ് എഫ് ഓഫ് എക്സ് എന്നായിരിക്കും നമുക്കതിൻ്റെ ഇൻ്റഗ്രൽ കിട്ടുക. എന്നിട്ട് നമ്മൾ എയും ബിയും ഇവിടെ എഴുതും. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇതാണ്. ഫസ്റ്റ് യു ഗീവ് ദ അപ്പർ ലിമിറ്റ് ടു ദിസ് ഫംഗ്ഷൻ and subtract the function with its lower limit. So f of b minus f of a നമ്മൾ എന്ത് ചെയ്യും, കണ്ടുപിടിക്കും. അപ്പോൾ അതേപോലെ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് എഴുതും, എന്നിട്ട് എയും എയും ആണ് കൊടുക്കുന്നത്. സോ എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് എ അത് എപ്പോഴും എന്തായിരിക്കും? അപ്പോൾ ഒരു ഇൻ്റഗ്രലിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും സെയിം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ എപ്പോഴും, അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ എപ്പോഴും 0 ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരൊറ്റ ഇൻ്റഗ്രൽ എ ടു എ എന്ന് പറയുന്നത് ഒരു തിൻ ലൈൻ ആയിരിക്കും. തിൻ ലൈൻ എന്നും പറയാൻ പറ്റില്ല, ആ ഒരു തിൻ ലൈനാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ അപ്രോക്സിമേറ്റ്ലി അതെന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അതാണ് ഇൻ്റഗ്രൽ എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി ഒരു നമുക്ക് സ്പ്ലിറ്റിംഗ് പ്രോസസ്സാണ്. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു റിസൾട്ടായിരിക്കും. സപ്പോസ് നമുക്ക് ഇൻ്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. പക്ഷേ ഈ ഗ്രാഫ്, സപ്പോസ് നമ്മുടെ ആ പറഞ്ഞിരിക്കുന്ന ഗ്രാഫ് ഇങ്ങനെ ഒരു പോർഷനാണെന്ന് വിചാരിച്ചു. ഇത് 0 ആണ്, ഇത് എ ആണ്, 0 ഇവിടെയാണ്, എ ആണ്, ഇത് ബി ആണ്, ഈ പോയിൻ്റ് നമ്മുടെ സി ആണെന്ന് ചോദിച്ചു. സോറി, ഇതാണ് സി, ഈ പോയിൻ്റ് ബി. ഇങ്ങനെ ഒരു പോയിൻ്റ് നമുക്ക് ബി എന്ന് പറഞ്ഞൊരു പോയിൻ്റ് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇയാളെ നമുക്കറിയാം. ഇത് സപ്പോസ് ഇയാളുടെ ഇക്വേഷൻ അറിയാം. ഇയാളുടെ ഇക്വേഷൻ f1x ആണെന്ന് വിചാരിച്ചു. f1x ആണ് ഇയാളുടെ ഇക്വേഷൻ. ഇയാളുടെ ഇക്വേഷൻ f2x ആണെന്ന് വിചാരിച്ചു. f2x. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ട്രയാങ്കുലർ ആയിട്ടുള്ള ഏരിയ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നു. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് ഫങ്ഷൻസും നമുക്കറിയാമെന്ന് വിചാരിച്ചു. സപ്പോസ് എഫ് ഓഫ് എക്സ്, ഇങ്ങനെ ഒരു റഫായിട്ട് എഴുതുകയാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു f1 f2 ആയിട്ട് ഡിഫൈൻ ചെയ്യും. അത് എ ബി എന്ന് പറയുന്ന ഇൻ്റർവെലിനകത്ത് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. ബി സി എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ഈ ഫംഗ്ഷനും ഡിഫൈൻ ചെയ്യും. സപ്പോസ് f1 f2 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആ ഫംഗ്ഷന് രണ്ട് പാർട്ടുണ്ട്, f1 ഉണ്ട് f2 ഉണ്ട്. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു ഫൈൻഡ് ദ ഇൻ്റഗ്രൽ എ ടു സി എഫ് എക്സ് ഡി എക്സ്. അതായത് ഇൻ്റഗ്രൽ എ ടു സി എഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഫിഗറിനകത്ത് ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ്. അപ്പോൾ ഇതിന് രണ്ട് ഫങ്ഷൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെ രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്തേ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എ തൊട്ട് ബി വരെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എ തൊട്ട് ബി വരെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതെന്താണ്? f1x dx ആണ്. പ്ലസ് ഇനി ബി തൊട്ട് സി വരെ അതെന്താണ്? ബി തൊട്ട് സി വരെ അത് f2x എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ ഈ പ്രോപ്പർട്ടി ഇത്രേ പറയുന്നുള്ളൂ. നമുക്കിപ്പോൾ ഒരു എ തൊട്ട് ബി വരെയും ബി തൊട്ട് സി വരെയും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് പോയിൻ്റായിട്ട് നമുക്കൊരു ബി ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ്റഗ്രൽ എ ടു സിയെ ഇൻ്റഗ്രൽ എ ടു ബി എന്നും ഇൻ്റഗ്രൽ ബി ടു സി എന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയും കൂടിയേ ഉള്ളൂ. ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ നമുക്ക് ഒരു മൈനസ് സൈൻ വെച്ചുകൊണ്ട് ഇൻ്റഗ്രൽ അതിൻ്റെ ലിമിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റും. ഇൻ്റഗ്രൽ എഫ് എക്സ് ഡി എക്സ്, ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച് എഫ് ബി മൈനസ് എഫ് എ ആണ്. ഓക്കെ, എഫ് ബി മൈനസ് എഫ് എ ആണ്. ഇതിനെ വേണമെങ്കിൽ എനിക്ക് മൈനസ് ഓഫ് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് എഫ് എ മൈനസ് എഫ് ബി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ മൈനസ് ഞാനിവിടെ വെച്ചിട്ട് ഈ എഫ് ബി മൈനസ് എഫ് എ എനിക്ക് വേണമെങ്കിൽ എന്തെഴുതാൻ പറ്റും? ബി ടു എ
എഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കൂടെ നോക്കുമ്പോൾ അതായത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നാണ് കിട്ടിയത്. ഇനിയിപ്പോൾ ഇവിടെ എഫ് എ മൈനസ് എഫ് ബി എ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പർ ലിമിറ്റ് എഫ് എയും ലോവർ ലിമിറ്റ് ബിയും ആയിട്ട് ഒരു ഇൻ്റഗ്രലായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രൂഫാണ്. അപ്പോൾ അതിനകത്ത് അത് നോൺ സെൻസ് അല്ല, അത് നമുക്കൊരു സെൻസ്, നമ്മളൊരു ചെറിയൊരു സെൻസിൽ നമുക്ക് ആലോചിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിൻ്റെ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രലിന് അതിൻ്റെ ഓപ്പോസിറ്റ് സിമ്പിൾ വരും. ഇപ്പോൾ നമ്മുടെ നമ്മൾ ഇൻ്റഗ്രേഷൻ നടത്തിയ സമയത്ത് അത് പോസിറ്റീവ് നമ്പറാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് നമുക്കൊരു മൈനസ് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. പിന്നെ അത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കാണാം. നമുക്ക് മൈനസ് ഏരിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു സൈൻ കൺവെൻഷനുണ്ട്. നമ്മുടെ എക്സ് ആക്സിസിന് മുകളിലുള്ളതും അല്ലെങ്കിൽ വൈ ആക്സിസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഏരിയയെ നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കുക. അപ്പോൾ അതായത് എക്സ് ആക്സിന് മുകളിലുള്ള ഏരിയയെ പോസിറ്റീവായിട്ടും എക്സ് ആക്സിന് താഴെയുള്ള ഏരിയയെ നെഗറ്റീവായിട്ടും അങ്ങനെ എടുക്കുന്ന ചില കോൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ സമയത്ത് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നെഗറ്റീവ് ഏരിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പോസിബിൾ ആണ്. നിങ്ങൾ ഫിസിക്സുകാർ പറയും ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണെന്ന് പറയും. അപ്പോൾ അതിനൊരു നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എടുക്കണ്ടെന്ന് പറയും. പക്ഷേ നമുക്ക് അതിനൊരു ചെറിയൊരു കൺവെൻഷനുണ്ട്. നമുക്ക് നെഗറ്റീവ് ഏരിയ ആണെങ്കിൽ അത് നമുക്ക് എക്സ് ആക്സിൻ്റെ താഴെയുള്ള ഏരിയ ആയിട്ടും പിന്നെ പോസിറ്റീവാണ് കിട്ടുന്നെങ്കിൽ എക്സ് ആക്സിന് മുകളിലുള്ള ഏരിയ ആയിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതൊരു സൈൻ എക്സിൻ്റെ കർവാണ് സൈൻ എക്സ്. അപ്പോൾ നമ്മൾ 0 to 2πയിൽ സൈൻ എക്സ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻ്റഗ്രൽ 0 to 2π സൈൻ എക്സ് ഡി എക്സ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ 0 കിട്ടും. 0 to 2πയിൽ സൈൻ എക്സ് ഡി എക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ 0 കിട്ടും. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, പക്ഷേ ജോമെട്രിക്കലാക്കി നോക്കുമ്പോൾ ഒരിക്കലും എന്താവില്ല, 0 ആവില്ല. ജോമെട്രിക്കലായിട്ട് നോക്കുമ്പോൾ അതിന് ഏരിയ ഉണ്ട്. അവിടെ 0 to π വരെ ഒരു ഏരിയ ഉണ്ട്, π to 2π വരെ ഒരു ഏരിയ ഉണ്ട്. പക്ഷേ നമ്മുടെ റൂൾസ് അനുസരിച്ച് നമ്മൾ ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ ഇൻ്റഗ്രൽ 0 to 2π സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 0 കിട്ടും. എന്ന് വെച്ച് നമ്മൾ ആൻസർ 0 എന്നല്ല പറയുക, പകരം ഇപ്പം 0 to 2π, അപ്പോൾ ഈ ഒരു ഏരിയ ഇവിടെ ഉണ്ട്, ഈ ഒരു ഏരിയയും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ 0 ആവാനുള്ള റീസൺ ഇതാണ്. ഈ പോർഷൻ എ ആണെങ്കിൽ ഈ പോർഷൻ്റെ ഏരിയ -a ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളത് ആഡ് ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് ഏരിയയും നെഗറ്റീവ് ഏരിയയും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മളത് 0 ആയിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചില പ്രിക്കോഷൻസ് എടുക്കാനുണ്ട്. അത് നമ്മൾ ആ സമയമാകുമ്പോൾ ആ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ ആ തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈവൻ ഫംഗ്ഷനും സൈൻ ഈവൻ ഫംഗ്ഷനും സൈൻ ഓഡ് ഫംഗ്ഷനും ഒക്കെ ആവുന്ന കേസ് വരും. അപ്പോൾ നമ്മളതിനെ, അതായത് സിമെട്രിക് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ നമ്മളതിനെ മാറ്റിയിട്ട് 2 times ഒക്കെ ആക്കി നമുക്ക് മാറ്റുന്ന ചില ടെക്നിക്കുകളുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പോസിറ്റീവ് ഏരിയ ആണെങ്കിലും നെഗറ്റീവ് ഏരിയ ആണെങ്കിലും അതിനൊരു സെൻസ് ഉണ്ട്. അത് എന്താ പറയുക, നമുക്കൊരു ടെക്നിക്കല്ലെങ്കിൽ നമ്മളൊരു സെൻസ് ഉപയോഗിച്ച് നമുക്കത് എന്ത് ചെയ്യാം, പോസിറ്റീവ്നെസ്സും പോസിറ്റീവ് ഏരിയയും നെഗറ്റീവ് ഏരിയയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പം അതിനകത്ത് വേറെ ഒന്നുമില്ല. ഏരിയ എപ്പോഴും സ്കെയിലർ, നിങ്ങളിപ്പോൾ ഫിസിക്സുകാർ പറയുന്നത് പോലെ തന്നെ സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അതിന് പോസിറ്റീവിനും നെഗറ്റീവിനൊന്നും പ്രാധാന്യമില്ല. പക്ഷേ എന്നാലും നമ്മൾ സ്ട്രിക്റ്റ് മാത്തമാറ്റിക്കലായിട്ട് നമ്മുടെ കാര്യങ്ങൾ കാണുമ്പോൾ അത് പോസിറ്റീവ് ഏരിയയ്ക്കും നെഗറ്റീവ് ഏരിയയ്ക്കും അതിന് ചെറിയൊരു മീനിങ് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഇൻ്റഗ്രേഷൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്കതിൻ്റെ അതായത് ആദ്യം ഇൻവേഴ്സ് പ്രോസസ്സ് എന്നുള്ള ആ കോൺസെപ്റ്റിൽ തന്നെ നമുക്ക് പറഞ്ഞു പോകാം. അത് കഴിഞ്ഞിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം സെഷനിലോട്ട് പോകാം. അപ്പോൾ ഇത് നമ്മൾ ഡിഫറൻസിയേഷനിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് നമുക്കൊരു 2-3 തിയറി സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പ്രോബ്ലം സെഷനിലോട്ട് പോകാം. പിന്നെ ഓരോ തിയറി സെക്ഷൻ ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ 1-2 പ്രോബ്ലംസ് ചെയ്തു പോവാം. പക്ഷേ ഒരു സ്റ്റേജിന് ശേഷം നമ്മളെല്ലാ പ്രോബ്ലംസും കൂടെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം
ചിലപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അതിനകത്ത് 1-2 ടൈപ്പ് ഡിസ്കസ് ചെയ്യുന്ന ടൈപ്പ് പ്രോബ്ലംസ് കയറി വരും. അപ്പോൾ നമുക്കത് ഒന്ന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 2-3 സെക്ഷൻസ് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒരു ഫുൾ സെറ്റ് പ്രോബ്ലത്തിലോട്ട് നമുക്ക് പോവാം. അപ്പം നമുക്ക് ഇന്നത്തേക്ക് ഇത് മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മെത്തേഡ് ഓഫ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ, അതായത് നമ്മളൊരു ഡെറിവേറ്റീവ് ഒരാളുടെ ഡെറിവേറ്റീവ് നമുക്കറിയാമെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് പ്രോസസ്സാണല്ലോ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇൻവേഴ്സായിട്ട് നമുക്കത് കണ്ടുള്ള ഇൻറ്റഗ്രേഷൻ നമുക്ക് ചെയ്യാം. അപ്പോൾ ശരി.